ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് ആരെയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന വാദമുണ്ടോ മുജാഹിദിന്? ഇല്ല. ഖബർ സിയാറത്ത് ചെയ്യും. മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നുമുണ്ട്. അവരെ ഖുത്ബ കേൾക്കണ്ടേ? ഖുത്ബയുടെ അവസാനം അല്ലാഹു മുസ്ലിം മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് പ്രാർത്ഥന ഉണ്ട്. അപ്പോ ഖബർ സിയാറത്ത് പാടില്ല എന്നാ. നമ്മളെ എന്ത് സിയാറത്താ മുടക്കണ്? ഖബറാളികളോട് പോയിട്ട് പറയാ ഇങ്ങനെ, അല്ലാഹുവേ, ഖബറാളികളോട് ചോദിക്കാ എന്റെ കാര്യം ശരിയാവണേ, എന്റെ രോഗം മാറണേ. അതിനാണോ പ്രവാചകൻ ഖബർ സിയാറത്ത് പറഞ്ഞത്? അല്ല. ഇന്ന് ഖബർ സിയാറത്തിന് വ്യവസായമാണ്. 5 പൈസ മുതൽ മുടക്കില്ല ഈ സാധനത്തിന്. കുറ്റിപ്പുറത്തുനിന്ന് വളാഞ്ചേരിക്ക് പോകുമ്പോൾ റോട്ടിലുണ്ട് ഒരു സാധനം. റോട്ടില് അത് ആരാ ജയിക്കുന്ന ആ കളറാ മക്കുമറക്ക്. വഴി വീതി കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇതിങ്ങനെ റോട്ടിൽ കിടക്കുക. അപ്പൊ ഇവര് പുരോഗതി ഉണ്ടാക്കാൻ പറ്റൂല. വഴി തടസ്സം ഉണ്ടാക്കുന്ന പാർട്ടികൾ എല്ലാം കൊണ്ടും ഇവരിന്നത്തെ സുന്നത്തി ജമാഅത്തിന്റെ ലേബിള് പറയുകയും ചെയ്യും. നമ്മളൊക്കെ പിഴച്ചു പോയവരാന്നുള്ള വാദം. സഹോദരന്മാരെ, 5 പൈസ. അപ്പൊ സലഫികൾ എന്താ ചെയ്യാന്നറിയോ? കേട്ടോ, മനസ്സിലാക്കിക്കോ. സലഫികൾ പള്ളി കെട്ടിയ 2 വാടക റൂം എടുക്കും. വാടക റൂം എന്തിനാ? അത് വരുമാനത്തിന്, പള്ളിയുടെ ദൈനംദിന ചെലവുകൾക്ക്. എന്നാൽ ഈ പുത്തംവാദികളുണ്ടല്ലോ, ഏത് പുത്തംവാദികൾ? ഈ ഹദീസ് വെട്ടിമുറിച്ച അല്ലാഹുവിന്റെ ആയത്തുകൾക്ക് ദുർവ്യാഖ്യാനം ചെയ്ത ഒരു പള്ളി കെട്ടിയാൽ എന്താ ചെയ്യാ? നേരെ കടപ്പുറത്തേക്ക് ഓടും. എന്തിനാ? മീൻ പിടിക്കാനാ? അല്ല. പിന്നെ ഡെഡ് ബോഡി കിട്ടാനുണ്ടോ? ഒരെണ്ണം. ഡെഡ് ബോഡി, ശവം കിട്ടാനുണ്ടോ? അത് ശവല്ല. പിന്നെ അത് ഒലിച്ചു പോയിക്കണ്. പിന്നെന്താ? ഒരു കൈയുണ്ട്, അൽഹംദുലില്ലാഹ്, അത് മതി. ഞങ്ങൾ അത് മതി. കൈ കിട്ടി. അല്ല, കൈയൊന്നുമില്ല. പിന്നെ ആ ഡെഡ് ബോഡി ഇട്ട സൗസർ ഇങ്ങനെ ഊര് വന്നിട്ട് അടിവസ്ത്രം ഊര് വന്നിട്ടുണ്ട്, അത് മതിയാ? എന്നാ അത് മതി, അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് വന്ന് കെട്ടിപ്പൊക്കി. വെറുതെ പറഞ്ഞതല്ല. ദാ ഒറ്റപ്പാലത്തിലക്കിടിയില് അവിടെ കൂട്ടുപാത, അവിടെ ഖബറില്ല. പിന്നെന്താ ഉള്ളത്? മയ്യത്ത് കൊണ്ടുപോയി ഇറക്കി വെച്ച സ്ഥലത്രേ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇറക്കി വെച്ചതാണ്. അങ്ങനെ സ്ഥല. ഈ സമുദായം എവിടെ? ഇത് പറഞ്ഞപ്പോ സത്യം പറയുമ്പോ എന്താ പറയാ? പുത്തംവാദി പോകരുത്, അവിടെ പരിചയപ്പെടണ്ട, അവരെ പരിപാടി കേൾക്കരുത്, അവരെ സിടി കേൾക്കരുത് എന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ തടയുകയാണ് ഇവര്. അതാ സത്യം. അപ്പൊ ഖബർ വ്യവസായം. എന്നിട്ട് മണ്ണ് കൊടുക്കുക, ഭസ്മം കൊടുക്കുക. അമ്പലത്തിലെ ഭസ്മം കൊടുക്കലാണ്. സഹോദരന്മാരെ, വെറുതെ പറഞ്ഞല്ല. അമ്പലത്തിൽ ഈ ജാറത്തിന്റെ ഉള്ളിൽ ഭസ്മം കൊടുക്കുന്നുണ്ട് എന്ന് ഒരു മക്ബറിൽ ഇരിക്കുന്ന ഒരു പൂജാരി ഉണ്ട്. അയാൾ പറയും. അത് എവിടെയാ പറയുന്നറിയോ? പുതുനഗരം, പാലക്കാട്. ഞാൻ ജോലിയ പുതുനഗരം റേഞ്ചിൽ ഒരു മക്ബറുണ്ട്, മലങ്ക് ഷാ ഔലിയാന്ന. ഇപ്പൊ പിന്നെ ഔലിയാക്കന്മാർക്ക് പേരൊന്നുമില്ല. ഏതാണോ സ്ഥലം ആ ഔലിയ, കൊപ്പം ഔലിയ, പട്ടാമ്പി ഔലിയ, ഇങ്ങനെ ഓരോ ഔലിയ. ഇനി ഓരോ പിൻകോഡ് നമ്പറും ഉണ്ടാവും ഇനി ഓരോരുത്തർക്ക്. അപ്പൊ എന്തായി എന്നറിയോ? ഗവൺമെന്റിന് ഇത് സാധനം ഏറ്റെടുക്കാം. ഒരു നമ്പറുമായി. കാരണം ഓരോ പോസ്റ്റിന്റെ പേരാവില്ല, അസലിയായ പേരൊന്നും ഇല്ലല്ലോ. അപ്പോ ഇത് കൊടുക്കുന്നത് മുജാഹിദ് വെറുതെ പറഞ്ഞതല്ല. ഈ മക്ബറിനുള്ളിൽ കൊടുക്കുന്ന മണ്ണാണ് അമ്പലത്തിലെ ഭസ്മം കൂട്ടി കൊടുക്കുന്നുണ്ട് എന്ന് ആ ചങ്ങായി പറഞ്ഞു കേട്ടോ. മക്ബറിൽ ഇരിക്കുന്ന ആളാ പറഞ്ഞു. ഫുള്ളായിട്ടില്ല, നമുക്ക് മാക്സിമം നമുക്ക് അറിഞ്ഞത് പറയാം എന്ന് മാത്രം. നമ്മുടെ പേര് അബ്ദുൾ റഹീം. കമ്മിറ്റിയിൽ ഒരു മെമ്പർ എന്ന് വെച്ചാൽ ഒരു അവകാശം. ഇപ്പൊ തൽക്കാലം നമ്മൾ ഒരു സമയം വരുമ്പോൾ നമ്മൾ വന്നിരിക്കുന്നു മാത്രം. ചരിത്രം നമുക്ക് അത്ര വിശദമായിട്ട് അറിയില്ല. പക്ഷേ ഇവർ മലങ്കിശ ഔലിയ എന്ന് പറയും. മലങ്കിശ മക്കൾ ഇവരുടെ മക്കളല്ല. ഇത് ആദ്യത്തെ തലമുറയാണ്, 1ാമത്തെ തലമുറ. ഞാൻ 10ാമത്തെ തലമുറ. ഞാൻ 11ാമത്തെ തലമുറയാണ്. 10 പൂർത്തിയായിട്ട് ഇപ്പോൾ മാക്സിമം ഒരു 1.5 കൊല്ലമായി. ഇവിടുത്തെ പ്രധാന പരിപാടി ചക്കര പായസം, ജാറ മൂടുക, അല്ലെങ്കിൽ ഉണ്ടിയിൽ കാണിക്കുക. അവരുടെ ശക്തിക്കകത്ത് അത് ചെയ്യും. കൂടുതലും ആഹാരങ്ങൾ, അന്നദാനമാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. ചാപ്പാട്, ചക്കര പായസം, ഇങ്ങനെയുള്ളത് പ്രധാന വഴിപാട്. അതന്നെ, അന്നദാനത്തിൻ്റെ മേലെ ഒന്നുമില്ലല്ലോ, അതിന് കൂടുതലും. ഒരു ദിവസം, അതായത് 15 ദിവസം മുന്നേ ആയിട്ട് കൊടികയറ്റം. മാർച്ചിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് നമ്മുടെ നേർച്ച. ആചാരങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ദിക്ർ സലാത്ത് പകൽ നടക്കും. രാത്രിക്ക് പക്കിരിമാരുടെ രാത്രിപ്പുണ്ടാകും. കത്തിക്കുത്ത്, തഞ്ചാവൂർ, മറ്റേ ഇപ്പോൾ ഫോട്ടോ കണ്ടില്ലേ, ആ ഗ്രൂപ്പുകൾ വരും. തഞ്ചാവൂർ, നാഗൂർ, ആ ഭാഗങ്ങളിൽ വന്നിട്ട് അവരാണ് കൊല്ലവർ വന്നിട്ട് ഈ ചടങ്ങ് നടത്തുക. അത് കഴിഞ്ഞിട്ട് ഉടനെ മൗലവി ഷരീഫ്, അത് 12-1 മണിക്ക് ക്ലോസ് ആകും രാത്രി. പിന്നെ 3 മണിക്ക് ശേഷം ചന്ദനം എടുത്തിട്ട് വന്ന് ചന്ദനത്തോടുകൂടി ചടങ്ങ് കൊടി ഇറക്കി വിടും. അതോടുകൂടി കഴിഞ്ഞു. സിയാറത്ത്, അന്നദാനം, അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞു. എല്ലാ ദിവസങ്ങളിലും ആൾ വരാറുണ്ട്.
അതിൽ മാറ്റമൊന്നുമില്ല. ഇഷ്ടംപോലെ എല്ലാം എല്ലാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാം മതമൈത്രിയാണല്ലോ, എല്ലാ മതക്കാരും വരാറുണ്ട്. ഈ വരുമാനം എന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് 28 മെമ്പർമാരുണ്ട്. ഇതിൽ വന്നിട്ട് ഒരു മാസം 15 ദിവസം 4 കൊല്ലം 3 കൊല്ലം. ഒരു വാപ്പയ്ക്ക് ഒരു മകനാണെങ്കിൽ ഒറ്റ കൊല്ലം, 2 മക്കളാണെങ്കിൽ 6 മാസം, 3 മക്കളാണെങ്കിൽ 4 മാസം, 4 മക്കളാണെങ്കിൽ 3 മാസം. ഈ 3 മാസം നോക്കുന്ന വിഭാഗക്കാർക്ക് ഒരു 5-6 മക്കളുണ്ടെന്ന് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 15 ദിവസം നോക്കും. അങ്ങനെ ഇപ്പോൾ തഞ്ചാവൂർ തൊട്ട് മണ്ണാർക്കാട്, കോയമ്പത്തൂർ, കുതിരവരം പല ഭാഗങ്ങളിൽ ഇതിലത്തെ അവകാശമുണ്ട്. ഈ 28 മെമ്പറുണ്ട്. ഞാനത് ക്ഷേത്രം എന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ഒരു 100 പങ്കുണ്ടെങ്കിൽ അവിടെ ഒരു 6 പങ്ക് എന്ന ഒരു വാഗ്ദാനം ഓഫർ കൊടുത്തു എന്നാണ് പറച്ചിൽ. അന്ന് തൊട്ട് എന്ന് പറയും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ വന്നിട്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പൂജ, ബാക്കി എല്ലാ ദിവസങ്ങളിലും ആൾ പോകാറുണ്ട്. പിന്നെ ആയുധ പൂജ ദിവസം ഒരു പൂജയുണ്ട്. പിന്നെ അവർക്ക് 11 മാസം പൂജയാണല്ലോ, നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ പൂജയുണ്ട്. അത്യാവശ്യം മണ്ണാർക്കാട് ഭാഗങ്ങളിൽ മലപ്പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരാനുണ്ടല്ലോ വണ്ടികളുടെ. ബസ്സിൽ വന്നിട്ട് ബസ് ഇവിടെ വരില്ല, റോഡ് സൈഡിൽ മെയിൻ റോഡിൽ നിർത്തിയിട്ട് വന്നിട്ട് ചെയ്ത് പോകാം. കൂടുതൽ ആ ഭാഗത്തുനിന്ന് പറയാറുണ്ട്, മലപ്പുറം, മണ്ണാർക്കാട് ഈ ഭാഗങ്ങൾ, കാഞ്ഞിരപ്പുഴ. ഞങ്ങളിവിടെ കൊടുക്കാറുള്ളതാണ്. ഞങ്ങൾ ഈ പൂമണ്ണ് കൊടുക്കും, അമ്പലത്തിൽ ഭസ്മം കൊടുക്കും, അതായത് വിഭൂതി. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അസുഖമുള്ളവർക്ക് ലേശം വെള്ളത്തിലിട്ട് വെള്ളം കഴിക്കാൻ കൊടുക്കും. അത്ര പിന്നെ മരുന്നായിട്ട് കൊടുക്കാറുള്ളത് പഴയ കാലം തൊട്ട്. ഭസ്മം കൊടുക്കും, ഞങ്ങൾ ഈ മണ്ണും കൊടുക്കും. ഇതാണ് പ്രധാന ഇത്. അവർ ഉപയോഗിക്കും, വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തും കഴിക്കാം. കല്യാണം കഴിക്കാത്തവർക്ക് ലേശം മുഖറൊക്കെ കഴുകിയെടുക്കും. ഈ മണ്ണല്ല ഇതന്നെ. ഈ സാധനം ഞങ്ങളുടെ ഈ കാമ്പൗണ്ടിൽ നിന്ന് 2 മുഴത്തിന് താഴെ എടുക്കുകയാണിത്. ഇത് വന്നിട്ട് മാക്സിമം പഴയ ആചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മുഴത്തിന് താഴെ എടുക്കുക. ഈ കാമ്പൗണ്ടിലുള്ള എടുക്കും. എടുത്തിട്ട് അപ്പം തന്നെ നമ്മുടെ ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് മൂടി വയ്ക്കുക. പിന്നെ ഇതിന് ദിക്രി സലാത്തൊക്കെ നടത്തിയിട്ടാണ് കൊടുക്കാറ്. ഇത് തന്നെ മരുന്ന്, മണ്ണ് തന്നെ കൊടുക്കുന്നത്, മണ്ണ് മരുന്നായിട്ട് കൊടുക്കും. ഇത് പൂ മണ്ണെന്ന് പറയും. ഇത് ഞങ്ങളുടെ ഈ ദർഗാൻ്റെ കാമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 മുഴത്തിൻ്റെ താഴെ വെട്ടിയെടുക്കാറുള്ളത്. വെട്ടിയിട്ട് അത് മൂടി വെച്ചാൽ പിന്നെ 2, 3, 4 മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരാവശ്യം വരുമ്പോൾ എടുക്കാൻ സ്ഥലമാണ്. ഏത് അല്ലല്ല, അത് അമ്പലത്തിൽ ഭസ്മം അവർ പൂജയ്ക്ക് വെച്ചിട്ട് കൊടുക്കും. രണ്ടും മിക്സ് ചെയ്യും. പഴയ ആചാരം അങ്ങനെയാണ്, അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇപ്പോൾ ചിലവർ വീട് വെക്കണില്ല എന്ന് കണക്ക് കൂട്ടി അവരൊരു നെയ്യത്ത് വയ്ക്കും, വിറ്റ് കിട്ടണമെന്ന് 4 മൂലയ്ക്ക് കൊണ്ട് ഇടാറുണ്ട്. അപ്പോൾ അത് വിറ്റ് കിട്ടും, വന്ന് വല്ല വഴിപാടുണ്ടെങ്കിൽ അവർ ചെയ്യും. വഴിപാടെന്ന് വെച്ചാൽ ഇതന്നെ അന്നദാനം, ചോറ്, പാച്ചോറ്, കൂടുതൽ ഇഷ്ടംപോലെ ചാപ്പാട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. മെയിൻ ചോറ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഈ ആളുകളൊക്കെ വരുമ്പോൾ നോക്കിയാൽ തന്നെ ഇതിൻ്റെ യഥാർത്ഥം അറിയാറുള്ളൂ. അത് മാക്സിമം 6 മണിക്ക് പൂട്ടാം. വ്യാഴാഴ്ച ദിക്ർ സലാത്ത് എല്ലാ മതക്കാരും വരും, എല്ലാ വിഭാഗം വരും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് മതങ്ങളൊന്നുമില്ല, എല്ലാ മതക്കാരും വരും. പിന്നെ ദിക്ർ വന്നിട്ട് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 2:45 ക്ലോസ് ചെയ്യും. സ്ത്രീകൾ വന്ന് പുറത്തിരിക്കും, ആണുങ്ങൾ ഉള്ളിൽ ആളിലുണ്ടാവും. ദിക്ർ ഹാളിൽ, ദിക്ർ സലാത്തിൻ്റെ ഹാളുണ്ടല്ലോ, ഹാളിൽ ഒരു 80 ആളുകളും ഇരിക്കാം. ഓതാനിരിക്കുന്നവർക്ക് ഒരു 80 ആൾക്ക് ഇരിക്കാം. പിന്നെ പുറത്ത് കൂടുതൽ ആൾക്കാരിരിക്കും, ഉള്ളിലും ഇതിലൊക്കെ. സ്ഥല സൗകര്യം പോരാത്തതുകൊണ്ട് ഇത് അപ്പുറത്ത് ഞങ്ങളൊരു ഹാൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ലേഡീസിന് മാത്രം ഇരിക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ലേഡീസ് മാത്രം ഇരുത്താം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ്. ഞങ്ങളുടെ കാമ്പൗണ്ടിനുള്ളിൽ നിന്ന് എടുക്കുന്നത്. ഇത് വന്നിട്ട് 2 മുഴത്തിൻ്റെ താഴെയായിട്ട്, പഴയ കാലത്ത് ഈ നായ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടായില്ല, അതുകൊണ്ട് താഴെയായിട്ട് എടുക്കാൻ പറഞ്ഞാൽ അത് പഴയ ആചാരപ്രകാരം എടുക്കണം. എടുത്തിട്ട് ഞങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ മൂടി വെച്ചണം. പിന്നെ അടുത്ത ഭാഗത്ത് എടുക്കുകയാണ്, ഒരേ ഭാഗത്ത് എടുക്കില്ല. പിന്നെ ഇതിന് ദിക്ർ കഴിഞ്ഞിട്ട് അതിന് ഉപയോഗിച്ച് ഞങ്ങൾ കൊടുക്കാറുള്ളത്. ലേശം ഒരു സ്പൂണ് അത്രയ്ക്ക് കൊടുക്കുക. പൊതിയാക്കിയിട്ട് കൊടുക്കുക. ഈ സാധനമാണ്. ഇതിപ്പോൾ സാധാരണ വന്നവർ ഒന്നുമില്ലെങ്കിൽ ഇത് വാങ്ങിച്ചു പോകാറുണ്ട്. എല്ലാവർക്കും വേണമെന്ന് നിർബന്ധിച്ച്. അവന് പാരമ്പര്യമായിട്ട് 10ാം തലമുറയാണ് മൂപ്പരിപ്പോൾ. ഇങ്ങനെ കൈമാറി വരികയാണ് ഒരു കുടുംബം.
പിന്നെ കത്തിക്കുത്ത് റാത്തീബ് ഉണ്ടാവും, സ്വലാത്ത് ഉണ്ടാവും. ഏത് സ്വലാത്താണെന്ന് അറിയോ? റസൂലുള്ള പഠിപ്പിച്ചതൊന്നുമല്ല, ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. അപ്പോ പിന്നെ വരുന്നത് അമ്പലത്തിന് ഭസ്മം ഉണ്ടാകും. നമ്മൾ വിചാരിച്ച് തൈമം ചെയ്യാൻ വേണ്ടി മണ്ണെടുത്തതെന്നാ. അല്ല, നായ മൂത്രമൊഴിക്കാത്ത മണ്ണ് ഒരടി താഴ്ത്തിയെടുക്കും, ആ മണ്ണും ആ ഭസ്മം കൂടി മിക്സ് ആക്കിയിട്ടാ കൊടുക്കല് എന്നാണ്. ഇത് പാലക്കാട് ഇതിന് മക്കബയിൽ നടക്കുന്ന പരിപാടിയാ. കൂട്ടരെ, ഇത് പാടില്ല, അത് ബിദ്അത്താണ്, ശിർക്കാണ്, അത് കൊടുക്കാൻ പാടില്ല, പ്രവാചക പ്രമാണമില്ല, നെസ്സില്ലാത്ത കാര്യമാണ് എന്ന് പറയുമ്പോ പുത്തംവാദികൾ എന്നാ. അപ്പൊ ഇവർക്ക് മക്ബറ വിരോധികളായിരുന്ന ഈ പാവങ്ങളെ പറ്റിച്ചത്. മക്ബറ ഖബർ സിയാർത്ത് ഇവർ ചെയ്യൂല, നമ്മൾ സിയാർത്ത് ചെയ്യും. പക്ഷേ സിയാർത്ത് ചെയ്യുമ്പോ അതിൻ്റെതായ രൂപം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പ്രമാണങ്ങൾ ഈ സമുദായത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്, പരലോക ചിന്ത ഉണ്ടാകാനാ, മരണസ്മരണ ഉണ്ടാകാനാ ഖബർ സിയാർത്ത് പറഞ്ഞത്, അല്ലേ? അതാണ് സത്യം. അതിനു വേണ്ടി പോകുന്ന പരിപാടി എന്താ ചെയ്യുന്നത്? അവിടെ പോയിട്ട് കാര്യങ്ങൾ ഇവരോട് കാര്യങ്ങൾ ചോദിക്കുക, കാര്യസാധ്യത ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം. പക്ഷേ ഖബർ സിയാറത്ത് ചെയ്യാത്തവരല്ല സലഫികൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം, പരലോക ചിന്തയുണ്ടാക്കണം എന്നാണ്. പക്ഷേ അതാണ് ശരിയായ രൂപം. പോകുമ്പോ മക്ബറ അവിടെ പോകുമ്പോ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അതിന്റെ മുകളിൽ കെട്ടിപ്പിടിക്കരുത്, നീങ്ങി നിൽക്കണം, അതിന്റെ മുകളിൽ തൊട്ടുമുട്ടാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായ പ്രമാണമുണ്ട്. ഇത് മുജാഹിദ് പറയുമ്പോ അത് പ്രശ്നമാവും. ശരിക്കും ഖബർ സിയാറത്ത് എന്താണ് എന്ന് ശരിയായിട്ട് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്ന സിയാറത്ത് തന്നെയാണോ, അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ആര് പറയട്ടെ? നമ്മളെ പേരോട് പറയും ഖബർ സിയാറത്ത് എന്തിനു വേണ്ടിയാണെന്ന്. കേട്ടോ? നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി അവിടെ പറഞ്ഞൊരു വാചകമാണ്. ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. സുന്നത്തുകൾ കൈയൊഴിക്കുന്ന നാശം തുടിച്ച ആളുകൾ കൂടുതലുള്ളത് നീ നോക്കണ്ട എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, ഭൂരിപക്ഷമാണോ ചിന്തിക്കേണ്ടത്, ആളുകളെ വലിപ്പമാണോ ആലോചിക്കേണ്ടത്? അല്ലാഹുവിന് വേണ്ടി അകണ്ടേ ഓരോ വിഷയങ്ങളും. അപ്പോ ഖബർ തൊടാൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല എന്നാ. എന്നിട്ട് മൂപ്പര് നമ്മളോടൊരു ഉപദേശം. എങ്ങനെ? നമ്മളോടാണ് കേട്ടാ. സമ്പത്ത് ജമാഅത്ത് പുത്തംവാദികളോടല്ല പറഞ്ഞത്, നമ്മളോടാ പറഞ്ഞത്. എന്ത്? ആൾക്കാർ കുറവാണെന്ന് നീ വിചാരിക്കണ്ടാന്ന് നമ്മളോട്. സത്യത്തിന്റെ ഭാഗത്തെ ആൾക്കാർ കുറവാണെന്ന് നമ്മൾ വിചാരിക്കണ്ട, ശിർക്കിന്റെ ഭാഗത്ത് ആൾക്കാർ കൂടും എന്നാണ്. അത് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഖബറിന്റെ അടുത്ത് പോയാല് ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലേ? അങ്ങനെയാണ്. അല്ലാഹു മഗ്ഫിർലഹു വർഹംഹു വഅഫ്ഹു. എന്നിട്ട് മരിച്ച ആൾക്ക് പ്രാർത്ഥിക്കാം. മരിച്ചു കഴിയുമ്പോൾ അവിടെ പോയിട്ട് ഹസ്ൽ മുറാദന വഖദി ഹാജാത്തിന വഷ്ഫി അംറാദന വഅദ് ദുയൂനന ഇതിങ്ങോട്ട് പ്രാർത്ഥിക്കാം. എന്ത് വിരോധാഭാസം നോക്കിയേ! ആ മനുഷ്യൻ മരിക്കുമ്പോൾ എന്താ പറഞ്ഞ്? അല്ലാഹു മഗ്ഫിർലഹു വർഹംഹു വഅഫ്ഹു. മരിച്ച് മറവ് ചെയ്ത് കഴിഞ്ഞാൽ മൊയിലാരുടെ സ്വഭാവം മാറി, നാട്ടിലെ സ്വഭാവം മാറി. പിന്നെ അവിടെ പോയിട്ട് ഹസ്ൽ മുറാദന വഖദി ഹാജാത്തിനാണ്. കേട്ടാ? പറ്റിച്ചില്ലേ? അതാ ഇമാം നബവി പറഞ്ഞ അദ്ദേഹം പറഞ്ഞത്. ഖബറിന്റെ അടുത്ത് പോകുമ്പോൾ കെട്ടിപ്പിടിക്കാൻ പാടില്ല, അവിടെ പോയിട്ട് കെട്ടി പറയാൻ പാടില്ല, അവിടെ പോയിട്ട് തൊട്ട് മുത്താൻ പാടില്ല എന്ന്. അതന്നെയാ സലഫിയും പറഞ്ഞത്. എങ്ങനെ? അവിടെ പോയിട്ട് തൊടാൻ പാടില്ല, അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഖബറാളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഖബർ വിശാലമാകാൻ വേണ്ടി ദുആ ചെയ്യുക, പരലോകം ഹൈറാകാൻ വേണ്ടി ദുആ ചെയ്യുക. അതൊപ്പം തന്നെ അല്ലാഹുവേ ഇതുപോലെ അവസ്ഥയിൽ പെട്ടുപോയി നാളെ ഞങ്ങളും വരൂലേ എന്നുള്ള ബോധമുണ്ടാക്കാനാണ് റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചത്. അപ്പോൾ സലഫികൾ ഖബർ വിരോധികളല്ല, ഖബർ സിയാറത്ത് വിരോധികളല്ല. പക്ഷേ ഈ കൊടുക്കുന്ന അമ്പലത്തിലെ ഭസ്മവും മണ്ണും വിതരണം ചെയ്ത് പാവപ്പെട്ട ഈ സമുദായത്തിനെ പറ്റിച്ചിട്ട് കുപ്പ വീർപ്പിക്കുന്ന, പോക്കറ്റ് വീർപ്പിക്കുന്ന അതിനെയാണ് ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം കുറ്റം പറയുന്നത്. അപ്പോ അത് പറയുമ്പോൾ ഇവിടെ വെച്ച പാവങ്ങളെ പറ്റിക്കാൻ ഇത് ഖബർ സിയാറത്ത് ചെയ്യാത്തവരാണ് എന്നാണ്.